പിന്നെ ഇപ്പൊ ഇവരെ കല്യാണം കഴിക്കുകയാണ് എന്താ ഇവിടെ അടുത്തേക്കല്ല, ഇതേമാതിരി തന്നെ ഒരു കോളനിക്കാണ് കല്യാണം കഴിക്കുന്നത്. വേറെ വേറെ സ്ഥലത്ത്. അല്ലാതെ നമ്മുടെ പൊതുവെ ആൾക്കാർക്ക് കൊടുക്കണില്ല, ഇവരെ ആൾക്കാർ തന്നെയാണ് ഇവര്. അപ്പൊ ഇത് ബന്ധുക്കളാണോ അത് വേറെ വേറെ വീടുകളാണ്? ഇവര് ബന്ധുക്കളും സ്വന്തക്കളാണ്, അന്യവരായിട്ട് ആരുമില്ല. ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട്. അമ്പലമുണ്ട് അവിടെ, നമ്മുടെ വിഷ്ണുമായയുടെ അമ്പലമുണ്ട്, ഇതിലുണ്ട് ഉള്ളിലുണ്ട്. അത് ഇവരുടെ അമ്പലമാണോ? ഇവരുടെ അമ്പലം. പിന്നെ അവിടെ ഉണ്ട് വനദുർഗയുടെ അമ്പലമുണ്ട്. ഇവിടെ ഒരു ഇവിടെ കാവാട്ടം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവർക്ക് അതൊന്നും സാധിക്കില്ല. നമ്മുടെ ആളുകളും കൂടി ഇവരുടെ ജോലി എന്താ? ഇവരുടെ ജോലി കാട്ടിലെ തേനൊക്കെ എടുക്കില്ല. ഇപ്പൊ ഓരോരുത്തരും ഗവൺമെന്റ് ഓരോ ജോലികൾ കൊടുത്തിട്ടുണ്ട് ഫോറസ്റ്റിന്റെ. അപ്പൊ അവര് വാച്ചർമാരായിട്ട് എല്ലാ വില്ലേജുകളും വാച്ചർമാരായിട്ട് പോകും. പിന്നെ ഫോറസ്റ്റില് അതിർത്തിയിലൊക്കെ ഇതൊക്കെ വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഇവിടെ തന്നെ ഫോറസ്റ്റിന്റെ വനമേഖല വീട്ടിൽ തന്നെ ഭാര്യമാരും കൂടി ജോലി ചെയ്യുന്നുണ്ട്. അവര് ഈ വന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ പണിയുണ്ട്. അതെവിടെ കൊടുക്കുക? അത് മാർക്കറ്റിങ്ങും മദ്രാസ് പുറത്തേക്കാണ്, ബാംഗ്ലൂരൊക്കെയാണ്. ഇവിടെ മാർക്കറ്റിംഗ് അങ്ങനെയില്ല. അതൊക്കെ ഇവിടെ വെച്ചുണ്ടാക്കും. ഈ ഈന്തൽക്കുരു എന്ന് പറഞ്ഞിട്ട് ഒരു കുരു ഉണ്ട്, അതുണ്ട്. തേൻ കിട്ടുമോ? തേൻ കിട്ടും. ഇപ്പൊ കിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് തേൻ വാങ്ങണമെന്നുണ്ടാവും. ഉണ്ട്, തേൻ ഒരിക്കലിരിക്കുന്നുണ്ടായിരുന്നു അവിടെ എമ്മാറിന്റെ വീട്ടില്. 3 കിലോ തേൻ ഇരിക്കുന്നുണ്ട്. 1 കിലോന് 1000 രൂപയോളം വരും. കാട്ടുതേൻ നല്ല തേന, കൂട്ടൊന്നുമില്ല, നമുക്ക് കഴിക്കുമ്പോൾ. അതുവരെ വനത്തിൽ പോയിട്ട് അവര് ശേഖരിച്ച് അതൊക്കെ തേൻ്റെ സീസണാണ് ഇവർക്ക് നല്ലൊരു ഉത്സവകാലം പോലെ. കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വരുമാനം നിലയ്ക്കും. പിന്നെ ഇവർക്ക് ഈ ഔഷധ സസ്യങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകും. ഇപ്പൊ ഈ ഇടനേട ഇല എടുത്ത് അടയുണ്ടാക്കാനായിട്ടുള്ള അതൊക്കെ കാട്ടിൽ പോയി എടുത്തിട്ട് ₹1.50 വെച്ച് ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇലക്ക്, ഒരിലക്ക്. അവർക്ക് നല്ല ഇതാണ്.